10ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠമാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. പാഠത്തിലെ ഹെഡിങ് ഇതാണ്: ക്രിസ്തുവിലുള്ള ഇരു സ്വഭാവവും ഏക ആളത്വവും. യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടെങ്കിലും ഒരു ആളത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്വവും മനുഷ്യത്വവും ഒരു ആളത്വത്തിൽ ചേർന്ന് വന്നിരിക്കുന്നു എന്നത് ക്രിസ്തുവിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകതയാണ്. അതേസമയം തന്നെ തന്നിലുള്ള ദൈവത്വവും മനുഷ്യത്വവും രണ്ട് പ്രത്യേക പ്രകൃതികളായി നിലനിൽക്കുകയും തുടർന്നു പോവുകയുമാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ പാപമില്ലാത്തവനായിരുന്നു. ആദാമിനെ ദൈവം സൃഷ്ടിച്ച നാളിൽ ഉള്ള അതേ അവസ്ഥയിലുള്ള പൂർണ്ണ മനുഷ്യനായിരുന്നു ക്രിസ്തു. ക്രിസ്തുവിലുള്ള ഇരു സ്വഭാവങ്ങളും സമ്മിശ്ര സ്വഭാവമല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും എന്ന ഇരു സ്വഭാവങ്ങൾ ഒരു ആളത്വത്തിൽ ചേർന്ന് വന്നു എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു സ്വഭാവം മറ്റേതിൽ ലയിച്ച് ഇല്ലാതാകുന്നില്ല. അതുമാത്രമല്ല, ഈ ഇരു സ്വഭാവവും ഒന്നു ചേർന്ന് മൂന്നാമത് ഒരു സമ്മിശ്ര സ്വഭാവവുമായി പരിണമിച്ചുമില്ല. ഇപ്രകാരമുള്ള ഈ പ്രത്യേകതയ്ക്ക് ദൈവശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന പേര് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ്. അതിനെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അതായത്, സാക്ഷാൽ ദൈവപുത്രൻ പുരുഷബന്ധം കൂടാതെ കന്യകയിൽ നിന്നും ജഡമെടുത്തു. അങ്ങനെ താൻ സാക്ഷാൽ മനുഷ്യത്വം സ്വീകരിച്ചു മനുഷ്യനായി തീർന്നു. എന്നാൽ തന്നിലുള്ള ദൈവപ്രകൃതിക്ക് ഇതുമൂലം യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. തന്നിലുള്ള ദൈവ സ്വഭാവം മനുഷ്യ സ്വഭാവമായി മാറുകയോ മനുഷ്യ സ്വഭാവം ദൈവ സ്വഭാവമായി മാറുകയോ ചെയ്തില്ല. ഇവ രണ്ടും അന്യോന്യം ഇടകലർന്ന് രണ്ടുമല്ലാത്ത മൂന്നാമതൊരു സ്വഭാവമായി തീരുകയും ചെയ്തില്ല. മാത്രമല്ല, ഇനിമേൽ വേർപിരിപ്പാൻ കഴിയാതെ വണ്ണം അവ രണ്ടും ഒരാളത്വത്തിൽ എന്നേക്കുമായി യോജിച്ചിരിക്കുകയുമാണ്. അടുത്ത് നാം പഠിക്കുന്നത് ക്രിസ്തുവിലുള്ള ദൈവ മനുഷ്യനെക്കുറിച്ച്. സമ്പൂർണ്ണ ദൈവത്വവും സമ്പൂർണ്ണ മനുഷ്യത്വവും സാരാംശത്തിൽ വ്യത്യാസം വരാതെ ഒരു ആളത്വത്തിൽ ഒന്നു ചേർന്നു വന്നിരിക്കുന്നതിനാൽ ക്രിസ്തുവിനെ ദൈവ മനുഷ്യൻ അല്ലെങ്കിൽ ഗോഡ് മാൻ എന്ന് പറഞ്ഞു വരുന്നു. ക്രിസ്തുവിലുള്ള ഏക ആളത്വത്തെക്കുറിച്ച് നോക്കാം. ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെയും ഞങ്ങൾ എന്നല്ല ഞാൻ എന്ന ഏകവചന പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇക്കാര്യം യോഹന്നാൻ 17:23 തുടങ്ങിയ വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. അടുത്ത് മറിയയുടെ മാതൃത്വവുമായുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കാം. ക്രിസ്തു മറിയയിൽ നിന്നും ജഡമെടുത്തു മനുഷ്യനായി തീർന്നു. അങ്ങനെ മനുഷ്യപ്രകൃതി ഉള്ളവനായി മാറി എന്നല്ലാതെ മറിയയിൽ നിന്നും മാനുഷിക ആളത്വം സ്വീകരിച്ചിട്ടില്ല. ദൈവ സ്വഭാവത്തോടു കൂടിയ തൻ്റെ ആളത്വത്തിൽ മനുഷ്യ സ്വഭാവം കൂടെ ഉൾക്കൊള്ളുകയും പുലർത്തിപ്പോവുകയുമാണ് ചെയ്തത്. അതിനാൽ ക്രിസ്തുവിൻ്റെ ആളത്വത്തിന് ആരംഭമില്ല. മറിയയെ ഒരിക്കലും ദൈവത്തിൻ്റെ മാതാവെന്ന് പറയുവാൻ പാടില്ല. മറിയെ യേശുവിൻ്റെ അമ്മ എന്ന് പറയാം. ക്രിസ്തുവിൻ്റെ മനുഷ്യത്തോടുള്ള ബന്ധത്തിലെ അമ്മ മാത്രമാണ്. യേശുവിൻ്റെ മനുഷ്യത്വ സ്വീകരണത്തിനും വളർച്ചയ്ക്കും നിദാനമായി ഉപയോഗിച്ച ഉപാധി എന്നതിൽ കവിഞ്ഞ അർത്ഥം അതിനില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. കർത്താവ് മറിയയിൽ നിന്നും മാതൃത്വം എടുത്തതിനാൽ മറിയയ്ക്ക് ദൈവത്വം ആരോപിക്കുന്നത് തെറ്റാണ്. ക്രിസ്തു പാപരഹിതനായി ജനിക്കാൻ കഴിഞ്ഞത് മറിയയുടെ വിശേഷത കൊണ്ടോ പരിശുദ്ധത കൊണ്ടോ അല്ല. പാപം പുരുഷനിലൂടെയാണ് തലമുറകളിലേക്ക് വ്യാപിക്കുന്നത്. ക്രിസ്തു പുരുഷബന്ധം കൂടാതെ ജനിച്ചതിനാൽ പാപരഹിതനായി പിറക്കാൻ തനിക്ക് സാധിച്ചു. ക്രിസ്തുവിൻ്റെ മനുഷ്യപ്രകൃതിയുടെ പ്രത്യേകതകളെക്കുറിച്ച് നോക്കാം. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും നമ്മുടെ മനുഷ്യത്വവും പാപമൊഴികെ തുല്യമാണ്. ആദാം പാപം ചെയ്യുന്നതിന് മുമ്പുള്ള മനുഷ്യത്വമാണ് ക്രിസ്തുവിനുള്ളത്. എന്നാൽ നമുക്കെന്നുള്ള മനുഷ്യത്വം എന്നത്
ആദാം പാപം ചെയ്ത ശേഷമുള്ള മനുഷ്യത്വമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യത്വത്തിൽ പാപം ഉള്ളത്. തുടർന്ന് ക്രിസ്തുവിലുണ്ടായിരുന്ന ഇരു സ്വഭാവങ്ങളെക്കുറിച്ചുള്ള ഒരു താരതമ്യ പഠനം നമുക്ക് നോക്കാം. ഒന്നാമത് മനുഷ്യ സ്വഭാവം, രണ്ട് ക്രിസ്തുവിലുള്ള ദൈവ സ്വഭാവം. മനുഷ്യ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ ഒന്ന്, എല്ലാ മനുഷ്യരെ പോലെ തന്നെ ക്രിസ്തുവിന് ദാഹിച്ചതായി കാണുന്നു. യോഹന്നാൻ 4:7-19-28. ദൈവ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി. യോഹന്നാൻ 2:9. രണ്ടാമത് മനുഷ്യ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ എല്ലാ മനുഷ്യരെ പോലെ ക്രിസ്തുവിന് വിശന്നതായി കാണുന്നു. മത്തായി 4:2, മർക്കോസ് 11:12. ദൈവത്വത്തോടുള്ള ബന്ധത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. യോഹന്നാൻ 6:11. 3, മാനുഷികമായ ബന്ധത്തിൽ നമ്മെപ്പോലെ തന്നെ ക്രിസ്തു ഉറങ്ങിയതായി കാണുന്നു. മർക്കോസ് 4:38. ദൈവിക ബന്ധത്തിൽ അവൻ എഴുന്നേറ്റ് കടലിനെ ശാസിച്ച് ശാന്തമാക്കി. മർക്കോസ് 4:39. നാലാമത് മനുഷ്യത്തോടുള്ള ബന്ധത്തിൽ യേശു കണ്ണുനീർ വാർത്തതായി കാണുന്നു. യോഹന്നാൻ 11:35. ദൈവിക ലക്ഷണത്തോടുള്ള ബന്ധത്തിൽ ലാസറിനെ ഉയർപ്പിച്ചു. യോഹന്നാൻ 11:43-44. വീണ്ടും മാനുഷികമായ ബന്ധത്തിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ലൂക്കോസ് 23:33. ദൈവിക വിഷയത്തിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് പറുദീസ വാഗ്ദാനം ചെയ്തു. ലൂക്കോസ് 23:43. ഈ പറഞ്ഞ തെളിവുകളെല്ലാം തന്നെ ക്രിസ്തുവിലുള്ള മനുഷ്യത്വ ദൈവത്വ പ്രകൃതികളെക്കുറിച്ചും ഇവ രണ്ടും ഇടകലരാതെ തന്നിൽ നിലനിന്നിരുന്നു എന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത 8ാമത്തെ പാഠത്തിൽ ക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള ദുരുപദേശങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.